ഹലോ ഫ്രണ്ട്സ്, നേച്ചർ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വട്ടവടയിലേക്കാണ് പോകുന്നത്. വട്ടവട നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് വട്ടവട. മൂന്നാറിൽ നിന്നും വ്യത്യസ്തമായി പഴങ്ങളും പച്ചക്കറികളുമാണ് വട്ടവടയിൽ കൃഷി ചെയ്യുന്നത്. മൂന്നാറിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ ആണ് വട്ടവടയിലേക്കുള്ള ദൂരം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6500 അടി ഉയരത്തിലാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലേക്കുള്ള യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്. 2 മൈൽ വ്യൂ പോയിന്റ് എന്നാണ് ഇതിന്റെ പേര്. മൂന്നാറിലേക്ക് എത്തുന്തോറും 2 ഭാഗത്തുമുള്ള കാഴ്ചകളുടെ ഭംഗി കൂടി വരും. ഈ 2 ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഈ വഴിയിലൂടെയുള്ള ഒരു ഡ്രൈവിംഗിന്റെ അനുഭൂതി അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നല്ല തേയിലത്തോട്ടങ്ങളും അതിനെ ചുറ്റി നിൽക്കുന്ന മലനിരകളും അതിന്റെ മുകളിലുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും ഒക്കെയായി നല്ല മനോഹരമായ കാഴ്ചകളാണ് മൂന്നാറിലേക്ക് എത്തുന്തോറും നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ഈ കാണുന്ന ഫ്രെയിമുകളൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല. കാരണം വലിയ മലനിരകളും പുൽമേടുകളും അതിനെ തഴുകി താഴേക്ക് ഇറങ്ങി വരുന്ന കോടമഞ്ഞും അതിന്റെ താഴെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളും എല്ലാം കൂടിയായിട്ടുള്ള ഈ ഒരു ഭംഗിയുള്ള ഫ്രെയിം എത്ര നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കും. മൂന്നാർ ടൗണിലെ പതിവ് കാഴ്ചകളൊന്നും കവർ ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമ്മൾ വട്ടവട റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് നമ്മൾ വട്ടവടയ്ക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ചെറിയ ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുത്തിട്ടാണ് മുന്നോട്ടേക്ക് പോകാറ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർമൽഗിരി എലഫന്റ് പാർക്കിലാണ്. മൂന്നാറിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാർമൽഗിരി എലഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു സർക്കാർ അധീനതയിലുള്ള എലഫന്റ് പാർക്ക് അല്ല, ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി നടത്തുന്ന എലഫന്റ് പാർക്കാണ്. ഇവിടെ ഏകദേശം 8ഓളം ആനകളുണ്ട്. ഇവിടെ നമുക്ക് ആനയുടെ പുറത്ത് കയറിയിട്ട് സവാരി നടത്താം. ആനകൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കാം. അതിനുള്ള ഫെസിലിറ്റിയും ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 500 രൂപയാണ് ഒരാൾക്ക് റൈഡ് നടത്താനായിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത്. പരമാവധി 2 പേർക്കാണ് ഒരു ആനയുടെ പുറത്ത് കയറിയിട്ട് റൈഡിങ് നടത്താൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ഇവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് അതിൽ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് നമുക്ക് ആനയ്ക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ കഴിയും. അതിന് 100 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഈ വഴി വരുന്നുണ്ടെങ്കിൽ ഈ കാഴ്ച തീർച്ചയായിട്ടും കാണുക. കാരണം ഇവിടെ ആനയുടെ പുറത്ത് കയറണമെങ്കിലോ അല്ലെങ്കിൽ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ടെങ്കിലോ മാത്രമേ ഫീസുള്ളൂ. ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഫീസ് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് സുഖമായിട്ട് തിരിച്ചു പോകാവുന്നതാണ്. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലെ ബോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ബോട്ടിംഗ് എടുത്തിട്ടാണ് നമ്മളിനി മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ വന്ന സമയം ഇത്തിരി വൈകിപ്പോയി. കാരണം 1 മണി തൊട്ട് 2 മണി വരെ ലഞ്ച് ടൈമാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12:50 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓഫീസ് ക്ലോസ് ചെയ്തേക്കാണ്. കാരണം കാലത്തെ ടിക്കറ്റുകൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടുകയുള്ളൂ. ഇതാണ് ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്. ഇവിടെ നിന്നുള്ള കാഴ്ച അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോ ഇത് എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളതുകൊണ്ട് ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് താഴെ ബോട്ടിങ്ങിന്റെ സെന്ററിലേക്ക് ഇറങ്ങിയതാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകാനായിട്ട് തോന്നില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത്.
ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടി നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ദൂരമുണ്ട്.